പ്രവാചകൻ മുഹമ്മദ് നബി മക്കത്ത് നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്, ഹിജ്റ പോവുകയാണ്. മക്കത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു നിലക്കും സാധ്യതയില്ലാതെ വന്നപ്പോൾ ആ നാട്ടുകാർ അത്രക്കും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്, പലായനം ചെയ്യുകയാണ്. അങ്ങനെ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന, ഹിജ്റ പോകുന്ന മുഹമ്മദിനെ വഴിയിൽ നിന്ന് കൊന്നുകളയാൻ, വധിച്ചു കളയാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ അഥവാ മക്കക്കാർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ആരാണോ മുഹമ്മദിനെ കൊല്ലുന്നത്, മുഹമ്മദിനെ തലയറുത്ത് കൊണ്ടുവരുന്ന ആൾക്ക് 100 ഒട്ടകം സമ്മാനമായി കിട്ടും. ആ കാലത്ത് 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു തുകയാണ്, വലിയ സമ്മാനമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വലിയ വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വർണം ഇത്ര കിലോ എന്നൊക്കെ പറഞ്ഞ് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സമ്മാനമാണ് 100 ഒട്ടകം എന്ന് പറയുന്നത്. മുഹമ്മദ് ഹിജ്റ പോകുന്നതിന് മുന്നേ തന്നെ ഒരു സംഗതി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള അലിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നുണ്ട്. അതാണ് വളരെ ശ്രദ്ധേയമായൊരു സംഗതി. അഥവാ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവിശ്വസിക്കുന്ന ആ മുഹമ്മദിനെയാണ് മക്കക്കാര് പലപ്പോഴും പല സാധനങ്ങളും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ഈ മുഹമ്മദിനെയാണ്. അങ്ങനെ ഹിജ്റ പോകുമ്പോൾ മുഹമ്മദ് ചെയ്യുന്നത് അലിയോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുകയാണ്, ഇന്ന സാധനങ്ങളൊക്കെ ഇന്ന ആൾക്കാരുടെ നട്ടോ, ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഏൽപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് സത്യസന്ധനാണ്, അദ്ദേഹം പറയുന്നത് കൃത്യമാണ് എന്നൊക്കെ ആളുകൾക്കറിയാം. പക്ഷേ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം ഇവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എതിരാകുന്നുണ്ട്. അതാണ് അവർക്ക് പ്രശ്നമായത്. അല്ലെങ്കിൽ ഇങ്ങനെ മുഹമ്മദിന്റെ അടുത്ത് ഒരു സാധനം കൊണ്ടു കൊടുക്കൂലല്ലോ. ഓക്കെ, അങ്ങനെ മുഹമ്മദ് അവിടുന്ന് യാത്ര പോവുകയാണ്, മദീനയിലേക്ക് യാത്ര. കൂടെ അബൂബക്കറുമുണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അബൂബക്കറും കൂടെയുണ്ട്. അങ്ങനെ അവര് പോകുന്ന വഴിയിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഗുഹയുടെ പരിസരത്തേക്കൊക്കെ ശത്രുക്കൾ വരുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ആ ഗുഹയിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും ആ ശത്രുക്കൾക്ക് സാധിക്കുന്നില്ല. അവർക്കങ്ങനെ മനസ്സ് വരുന്നില്ല. അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അവർ യാത്ര തുടരുകയാണ്. അപ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന ഒരു മനുഷ്യന് ഇവരെ പിന്തുടർന്ന് വരുന്നത്. മുഹമ്മദിനെയും അബൂബക്കറിനെയും കാണുന്നു. സുറാഖയുടെ ഒട്ടകത്തിന്റെ വേഗത കൂട്ടുന്നു. അങ്ങനെ മുഹമ്മദിനെ തൊട്ടില്ല എന്നെത്തുമ്പോൾ സുറാഖയുടെ ഒട്ടകത്തിന്റെ കാല് മരുഭൂമിയിൽ താഴ്ന്നു പോകുന്നു. സുറാഖ താഴെ വീഴുന്നു. വീണ്ടും അവർ ചാടി എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ പുറത്ത് കയറി ആ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അതായത് അല്ലെങ്കിൽ മുഹമ്മദിന്റെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ മുഹമ്മദിനെ വെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വീണ്ടും ആ ഒട്ടകത്തിന്റെ കാല് മരുഭൂമിയിൽ താഴ്ന്നു പോകും. ഇങ്ങനെ മൂന്നാമതും സംഭവിക്കുമ്പോഴേക്കും സുറാഖയുടെ മനസ്സ് മാറുകയാണ്. സുറാഖയ്ക്ക് ബേജാറ് വരികയാണ്. എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. സുറാഖ വിളിച്ച് അലറുകയാണ്, എന്നെ സഹായിക്കണമേ എന്ന് പറയുകയാണ്. അപ്പൊ സഹായിക്കേണ്ടത് ആരാണ്? തൊട്ടു മുന്നേ വരെ തലവെട്ടാൻ വേണ്ടി വന്ന ആ മനുഷ്യനാണ്. പക്ഷേ അപ്പോഴും മുഹമ്മദ് തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സുറാഖ, ഇത് വിജയിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഈ പ്രസ്ഥാനം വിജയിക്കും, അതിൻ്റെ കൂടെ നീയും അണിചേരണം. എന്നിട്ട് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ കിസ്റയുടെ വള നിന്നെ അണിയിക്കും എന്ന്. കിസ്റയുടെ വള എന്നൊക്കെ പറയുന്നത് അത് അന്നത്തെ കാലഘട്ടത്തിലെ വലിയ ഒരു സംഗതിയാണ്. അത് സുറാഖയെ അണിയിക്കും എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലാൻ വരുന്ന മനുഷ്യനോട് പോലും മുഹമ്മദിന്റെ സ്നേഹമാണ് അവിടെ വെളിവാകുന്നത്. അത്രയ്ക്കും മനുഷ്യസ്നേഹിയായ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ ഒരു വേറെ തലത്തിലൊക്കെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഈ കാലത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. ഏതൊക്കെയോ ചില രീതിയിലുള്ള ദുരുദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, ഏതൊക്കെയോ ചില രീതിയിലുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പലതും പറയുമ്പോൾ നമ്മളതിൻ്റെ സത്യം ഒന്ന് അന്വേഷിച്ച് പോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.